മിനിക്കുട്ടിയെ രക്ഷിക്കണേ. ചേച്ചി സമാധാനായിട്ട് ഇവിടെ ഇരിക്ക്. എന്നാൽ എങ്ങനെയാണോ ശരിയാവുന്നത്? എന്റെ മിനിക്കുട്ടിയുടെ കടിഞ്ഞൂൽ പ്രസവം ഏതറിയാവോ? ചേച്ചി സമാധാനായിട്ട് ഇരിക്ക്. മിനിക്കുട്ടി ചേച്ചി അവിടെ വന്നിരുന്നേ. എനിക്ക് ഇരുന്നിട്ട് ഇരിപ്പറയ്ക്കുന്നില്ലടോ. ഇതൊക്കെ ഡോക്ടർ. സത്യം പറഞ്ഞ ഇത് മൃഗാശുപത്രിയാണ്. ഇതിന്റെ അകത്ത് വല്ല വാർക്കപ്പണി നടക്കുകയാണ്. വാർക്കപ്പണിയൊന്നും നടക്കുന്നതല്ല. പിന്നെ പെങ്ങള് മിനിക്കുട്ടിയില്ലേ, അവളുടെ സർജറി ചെയ്തോണ്ടിരിക്കോ ഡോക്ടർ. അയ്യോ എന്നാ ഒന്ന് വേഗം ആട്ടെ. എവിടെ മിനിക്കുട്ടിയുടെ ആൾക്കാരെങ്കിലും ഇവിടെ ഉണ്ട്. മിനിക്കുട്ടി പ്രസവിച്ചു 3 കുട്ടികളാണ്. ആണോ? എന്റെ ദൈവമേ രക്ഷിച്ചു. നിങ്ങൾ കുട്ടികളെ എങ്ങോട്ട് കൊണ്ടുവാ, പിന്നെ ചട്ടി ഉണക്കാൻ കൊണ്ടുവരാം. ഈ ചട്ടി ഉണക്കായിട്ടേക്കണല്ലേ നിങ്ങളെ മിനക്കുട്ടി വെച്ച പിള്ളേരെ ഇവിടെ തൊട്ടിൽ കെട്ടിയിട്ടേക്കണാണ്. എന്റെ മിനിക്കുട്ടിയുടെ കുഞ്ഞുങ്ങളായത്. അയ്യോ എനിക്ക് വയ്യ. എനിക്ക് 3 പേര് കണ്ടുപിടിക്കണം, 3 ബെൽറ്റ് വാങ്ങിക്കണം, 3 കൂട് കെട്ടണം. പേരിൽ തലക്ക് വിളിക്കണം കേട്ടോ. വിളിക്കാം വിളിക്കാം. അപ്പോ ഇവിടെ ആൾക്കാരിക്കുന്നത് നീ എന്തോ നന്നാവുകയല്ല. പോ എതിലേക്കൂടെ വേണേലും പറഞ്ഞു പോകും. ഡോക്ടറെ എടോ ഇന്നലെ ഒരു ആക്സിഡന്റ് പറ്റി കൊണ്ടുവന്ന ഒരു വവ്വാൽ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിന്റെ ചിറക് കീറിപ്പോയി. അത് ഞാൻ തയ്ച്ചോണ്ടിരിക്കുവായിരുന്നു. തയ്ച്ചോണ്ടിരുന്നപ്പോ അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തെ നേരെ ഒരു ജനലെ പോയി പറന്ന് കയറിയിരുന്നു. ഞാൻ അവിടുന്ന് വലിച്ചെടുത്തോണ്ട് വന്നിട്ട് വീണ്ടും തയ്ക്കാൻ തുടങ്ങി. വീണ്ടും അവിടുന്ന് പറഞ്ഞ ആ ജനലെ കയറിയിരുന്നു. വീണ്ടും തയ്ക്കാൻ തുടങ്ങിയപ്പോ ആ ജനൽ വഴി ഇറങ്ങി ഒറ്റ പോക്ക് ആണ്ട് ആ തെങ്ങിന്റെ മേളിൽ കയറിയിരിക്കുന്നു. ഇനി നീ വല്ല തയ്യക്കടയിൽ മുന്നിട്ട് തയ്ക്കുള്ളൂ. ഇതിന്റെ മുന്നിലെങ്ങാനും കാല് കുത്തി അതിന്റെ ആ 2 ചറവും കൂടെ ഞാൻ തല്ലിപ്പൊട്ടിച്ച് കളയുള്ളൂ. എന്ത് ചെയ്യൂന്ന് പറ. ഒരു തരത്തിൽ ഒരു സമാധാനം. ഇതൊന്ന് വലിച്ചു പിടിച്ച് ഊരിക്കാടോ ഇത്. എടോ കഴിഞ്ഞു വന്നേ. ഞാൻ നേരത്തെ പോവാം. 5 മണിയാകുമ്പോൾ പോകുമ്പോൾ എനിക്ക് വൈകുന്നേരം 6 മണിയാണ് നേരത്തെ എയർപോർട്ട് വരെ ചെല്ലാനുണ്ട്. ഡോക്ടറെ ഇവിടെ ഇത്രയും രോഗം ഇട്ടിട്ട് ഡോക്ടർ ഇതെവിടെ പോകുന്നത്? എടോ എനിക്ക് പോകേണ്ടടുത്ത് പോകണ്ടേ. എയർപോർട്ടിൽ 6 മണിയാകുന്നിടത്ത് ഒരു ഫ്ലൈറ്റ് വരും. ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുന്നുണ്ടോ? ഗൾഫിൽ നിന്ന് വരുന്നതല്ല, എനിക്ക് സ്വർണം എടുക്കാൻ വേണ്ടി പോണം. സ്വർണം. നിങ്ങൾ മൃഗ ഡോക്ടറാണോ അതോ കസ്റ്റംസ് ഓഫീസറാണോ? എടോ ഇപ്പൊ കസ്റ്റംസ് ഓഫീസറെക്കാളും ഭയങ്കര സ്കോപ്പ് വെറ്റിനറി ഡോക്ടേഴ്സിനാ. മനുഷ്യനൊക്കെ ഇപ്പൊ എതിലെ കൂടിയൊക്കെയാ സ്വർണം കിടത്തുന്നറിയോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അവിടുത്തെ ഭയങ്കര സ്കോപ്പ്. ഈ മാസം ഞാൻ ഒരു 50 കിലോ സ്വർണ്ണമെങ്കിലും എന്റെ കൈവെള്ളയിലിട്ട് അമ്മാനം അടിക്കുന്നു. ഒരു കാര്യം ചെയ്യ്, ഓരോരോ പേഷ്യൻസിന് വിളിക്കോ. സാറേ എന്റെ കോഴി എന്താണെന്നറിയാൻ പാടില്ല, കുറച്ച് ദിവസമായിട്ട് കൂവുന്നില്ല. അയ്യോടാ. ആ പോട്ടെ, വേറെ എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടോ? കുറച്ച് ദിവസമായിട്ടേ ഇതിന്റെ ഈ തൂവലിങ്ങനെ പൊഴിച്ചോണ്ടിരിക്കുക. അതിൽ നടക്കുമ്പോ കാലിന് ചെറിയൊരു മുടന്ത് പോലെ ഉണ്ട്. മുടന്തുണ്ട്. പിന്നെ ഒന്നും കഴിക്കുന്നില്ല. ഒന്നും കഴിക്കുന്നില്ല. പിന്നെ ഇതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ആണല്ലേ? ഒരു കാര്യം ചെയ്യും വന്നേ. വന്നിട്ട് വാങ്ങി വന്നേ. ഒരു മിനിറ്റ്. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? ഞാൻ ഒന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഇത് നേരെ വെളിയിൽ പോയി മേടിച്ചോണ്ട് ഓടി വരും കേട്ടോ. ഓക്കേ. ഇതന്നെ ഇത് എഴുതിയിരിക്കുന്നത് 1 കിലോ സവാള, ചിക്കൻ മസാല, 1/2 കിലോ എണ്ണ, ഉപ്പ്, മഞ്ഞപ്പൊടി. ഇതെന്താ സാറേ ഇത്? നടക്കുമ്പം എന്ത് കൂകുന്നില്ല, ഇല്ല ഭക്ഷണം കഴിക്കുന്നില്ല, തൂവല് പൊഴിയുന്നു. പിന്നെ ഇതിനെ എന്നാത്തിനും വെച്ചോണ്ടിരിക്കുവാടോ. എടാ ഇതെല്ലാം മേടിച്ച് വല്ല ചിക്കൻ കറി ഉണ്ടാക്കി തിന്നാൻ നോക്കി ഇറങ്ങി പോകരുതൊന്നും. ഇതല്ലാതെ വേറെ ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോകാൻ നോക്കിയാൽ മതി. പോ സാറേ. വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട്. എന്നാ ചോദിക്കാ കാര്യം എന്നാ? കഴിഞ്ഞ ദിവസം ജലദോഷമായിട്ട് എന്റെ ആനയെ കൊണ്ടുവന്നായിരുന്നു. നിങ്ങൾ ഇന്ന് വൈകുന്നേരം തരാന്നാ പറഞ്ഞത്. അതെ. ഇപ്പൊ എന്റെ ആനക്ക് എങ്ങനെ ഉണ്ട്? എടോ ഞാൻ ഇന്നലെ വിളിച്ച് ഞാൻ പറഞ്ഞല്ലേ, രാവിലെ ആന അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞല്ലേ. എന്നെ കൊണ്ട് പറ്റുള്ളൂ ഡോക്ടറെ. ഇന്നലെ മുഴുവൻ ദിവസം നിന്ന് ഞാൻ ആനയുടെ മൂക്ക് പിഴിഞ്ഞ് 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 എന്റെ കയ്യിലെ ഊപ്പാട് വന്നു. എന്റെ ദൈവമേ, അതിന്റെ ജലദോഷം ഞാൻ രാവിലെ മാറ്റിയതാണ്. അതെങ്ങനെ? ഒരു 500-ന്റെ ഒരു മോട്ടർ എടുത്തോണ്ട് അതിന്റെ മൂക്കിന്റെ അടി കൊണ്ടുവച്ച് മൊത്തം അടിച്ച് മാറ്റിച്ചിട്ടുണ്ട്. ധൈര്യമായിട്ട് 6 മണിയാകുമ്പോൾ വിളിച്ചോണ്ട് പോകും. മാറ്റിയോ? പിന്നെ ഡോക്ടർ അതും കൂടെ അല്ല, ആഹാരം എടുക്കുന്നില്ല, തീറ്റ എടുക്കുന്നില്ല. തീറ്റ എടുക്കുന്നില്ല? ഇല്ല. അപ്പൊ നിങ്ങൾ എങ്ങനെ ഈ ആനയ്ക്ക് എങ്ങനെ തീറ്റ കൊടുക്കുന്നത്? എങ്ങനെയാ? ഈ ചെറിയ ഉരുള ഉരുട്ടി ഫ്രണ്ടിൽ കൂടെ കൊടുക്കും. ബാക്കിൽ ഒരു വലിയ ഉരുട്ട താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എന്നാ പിന്നെ ഒരു കുഴപ്പമില്ല, ഫുൾ സർവീസ് ഒക്കെ ഓക്കെയാ, വർക്കിംഗ് കണ്ടീഷൻസ് ആണ്. ഓക്കെ. 6 മണിയാകുമ്പോൾ വന്ന് വിളിച്ചോണ്ട് പോകും. 6 മണിയാകുമ്പോൾ വിളിച്ചോണ്ട് പോകും. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇന്ന് എഴുന്നള്ളതിന് കൊണ്ടുപോകും. അടിപൊളി. പോയിക്കോ പോയിക്കോ പോയിക്കോ. ഒട്ടന്നെ ശരിയാ? ഓക്കെ ആണോടാ പിള്ളേരെ? എന്നിട്ട് പുല്ലൊക്കെ കഴിക്കണം കേട്ടോ. പോലീസുകാരാ പോകണം. പോലീസുകാരനൊന്നും അല്ല, ഞാൻ അവിടുത്തെ കമ്പ്യൂട്ടറാണ്. ഡോക്ടർ ഇവിടെ പോയി ആ നിൽക്കുന്ന സിൽക്ക് സിമിതയില്ല, അതാണ് ഡോക്ടർ. അങ്ങോട്ട് ചെല്ലു. ഡോക്ടറെ ഡോക്ടറെ ഇവിടെ എനിക്കൊരു പശു ഉണ്ട്. സന്തോഷം. അങ്ങനെ വേണം. നന്ദിനി. 2 വർഷമായിട്ട് ഞാൻ കൊണ്ട് നടക്കുക. എന്തിനാ കൊണ്ട് നടക്കുന്നത്? അതിനകത്ത് വീട്ടിട്ടൊരു ബൈക്ക് മേടിക്കണം, അതിന്റെ പുറത്ത് കയറിയിരുന്നു. അയ്യോ അതല്ല,
ഈ നന്ദിനി പശുവിനെ ഞാൻ ലോൺ എടുത്ത് വാങ്ങിച്ചതാ. ആ പക്ഷെ അതിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അയ്യോടാ, ഞാൻ എങ്ങനെ ലോൺ അടയ്ക്കണമെന്ന് വെച്ചിരിക്കുവായി പോയി. ഇത് ചാണകം ഇടുവോ? ചാണകം ഇടും. എന്നിട്ട് ചാണകം മാറി അങ്ങ് അടയ്ക്കാം, അല്ലാതെ തന്നെ അതെ ഡാക്ടറെ പോവല്ലേ? ആ, പറ. പറഞ്ഞോട്ടെ ആ. ഡാക്ടറെ, അതിന്റെ കൂടെ വേറൊരു പശു കൂടി എനിക്കുണ്ട്. ആ. ആ പശുവിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നാ? ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ചേടാ, പ്രസവിക്കാത്തന്നെ ഞാൻ പല ഡോക്ടർമാരെ കാണിച്ച് ആ. പല ഈ കാളക്കുട്ടിനെ കൊണ്ട് ചേർക്കാൻ നോക്കി. ആ. എന്നിട്ട് അത് പ്രസവിക്കുന്നില്ല. അപ്പൊ ഞാൻ നോക്കട്ടെ, ഒരു മരുന്ന് ഞാൻ നോക്കട്ടെ അവിടെ എങ്ങാനും ഉണ്ടോന്ന്. എന്തെങ്കിലും ഒരു മരുന്ന് തന്നു കഴിഞ്ഞാ പ്രസവിക്കണില്ലേ? ഇല്ല. അതിനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിലേ. വാണൊന്നും എന്റെ പേര് ഉണ്ണിക്കുട്ടൻ എന്നാണ്, അല്ലാതെ മൂരിക്കുട്ടൻ എന്നല്ല. നിങ്ങൾ പോയിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. വന്നാ മതി. അന്നേരം ഞാൻ നിങ്ങൾക്ക് ഒരു മരുന്ന് എഴുതി തരാം. ഈ നന്ദിനി പശുവിനെ ആ. ഒന്ന് കാത് കുത്തിക്കണമെന്നുണ്ട്. ആ, നല്ലതായിരിക്കും. ഇച്ചിരി കൺവെട്ടിയൊക്കെ തേച്ച് വെച്ച് പൗഡറൊക്കെ ഇട്ട് അടിപൊളിയായിരിക്കും കാതോടെ കുത്തിയല്ലേ. ആ കാത് കുത്തി തന്നു അപ്പൊ ഇത് എന്നാന്നറിയാ, ചാച്ചാന്റെ വീട് എവിടെയാ? എന്റെ വീട് അങ്ങോട്ട് തൊട്ടപ്പുറത്താ വയലിക്കര. അപ്പുറത്താണോ? അപ്പൊ ഇതിന്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കൊരു 6 മണിയാകുമ്പോ ഒരെണ്ണം വരെ പോകണം. ആണോ? അപ്പൊ 6 മണി വരെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണത്തില്ല. നിങ്ങൾ പിന്നെ എങ്ങനെ കാത് കുത്തും? 6 മണി ആകുന്ന നേരത്ത്, ആ സമയം ആകുന്ന നേരത്ത് ആ. വേറൊരു ഡോക്ടർ വരും. അപ്പൊ ആ ഡോക്ടറിനോട് കാര്യം വിശദമായിട്ട് പറഞ്ഞാൽ മതി. കാതും കുത്തി ഒരു ഉടുപ്പ് കൂടെ പുള്ളി മേടിച്ചില്ല. അത്ര സ്നേഹമുള്ള ഡോക്ടർ. മതി, മതി. എന്നാ പോയിട്ട് വാ, പോയിട്ട് വാ, പോയിട്ട് വാ കേട്ടോ. ആ, ശരി. ഇതെല്ലാം ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം സക്സസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അതെ സാറേ, ഒന്നിഞ്ഞു വന്നേ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇട നീ മറ്റേ സോമനല്ലേ? അതെ. എന്നാ കാര്യം? സാറേ, ഇപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള ഈ മൃഗങ്ങളെ അതും ഇതൊക്കെ അഴിച്ചു മാറ്റണം. അടുത്ത് മാറ്റുമോ? എന്റെ മോനാളി അമേരിക്ക എന്താ എയർപോർട്ടിൽ വന്ന് നിൽക്കുന്നു. ഡോക്ടറെ, വല്ലവനും അമേരിക്ക എന്ന് പറയുന്നത് നമുക്കെന്ത് കുഴപ്പം? വല്ലവനും അമേരിക്കയിൽ നിന്ന് വരുന്ന നല്ല വിഷയം. നമ്മൾ ഈ പുള്ളിയോട് ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? സാധാരണ ഒരു ആശുപത്രി തുടങ്ങാൻ അന്നും പറഞ്ഞോണ്ടാ. ഇത് മനസ്സിലായോ? നിങ്ങൾ വ്യാജനാണോ? അല്ല, ഞാൻ വ്യാജനായതുകൊണ്ടല്ല. നമുക്ക് അന്നേരത്തെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു വീട് കിട്ടാത്തതുകൊണ്ട് ചെയ്തു പോയതാ. ഇപ്പൊ പ്രശ്നമില്ല. ഇപ്പൊ പ്രശ്നം എന്ന് പറഞ്ഞ മോനാളിയുടെ അച്ഛനും അമ്മ ആദ്യം ഉറങ്ങുന്ന മണ്ണാണ് തേക്കൻ. ഈ മോനാളിയുടെ അച്ഛന്റെ അച്ചിത്തറയിൽ ആര് മണ്ണ് വെട്ടിയിട്ടത്? അത്തിത്തറയായിരുന്നു. പിന്നെ ഇവിടെ അല്ലേ ഇന്നലെ ചത്തുപോയൊരു പൂച്ച കുടിച്ചിട്ടോ? എട്ട് ദൈവമേ, ഇതൊക്കെ മോനാളി അറിഞ്ഞ എന്റെ സാറേ, മോനാളിക്ക് പണ്ട് മൃഗങ്ങൾ എന്ന് പറഞ്ഞ കണ്ണെടുത്താ കണ്ടൂടാ. അതല്ലേ മൃഗാശുപത്രി എന്ന് പറഞ്ഞ് മോനാളി അറിയിക്കാത്തത്. മോനാളി ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് നേരെ ഈ അസിത്തറയിലേക്കാണ് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എത്ര നേരം കാണുമായിരിക്കും? മോനാളി ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. എന്റെ ദൈവമേ, ഈ പശുക്കളെല്ലാം കൂടെ ഞാൻ എല്ലാം ചെയ്യുമോ? ഒരു കാര്യം ചെയ്യും, നീ വന്നേ. പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളിൽ ഈ പശുവിനെ എല്ലാം കൂടെ പുറകിലോട്ട് കൊണ്ട് കെട്ടുക. ഒരു കുഴപ്പമില്ല, ഈ ബോർഡ് പെട്ടെന്ന് അങ്ങ് മറക്കാം. മുതലാളി വന്നു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത്, തമ്പുരാനെ ഓർത്ത് നമ്മുടെ വായിന്ന് ഒരു രീതിയിൽ ഒരു മണ്ടത്തരം വരരുത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഈ സാധനം ഒന്ന് ഒതുക്കുന്നു. Come on. അയ്യോ, മോനാളി വന്ന്. അയ്യോ എന്റെ മോനാളി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? കണ്ടിട്ട് എയർപോർട്ടിൽ വരാൻ ഞാൻ അയ്യോ മോനാളി, ഞാൻ ഡ്രൈവറെ പറഞ്ഞു വിട്ടായിരുന്നു. നമസ്കാരം മേഡം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്നാ പറയണ? നമ്മളെ ക്ലിനിക്കിലെ ഡോക്ടർ. നമസ്കാരം. ഇത് മൈ വൈഫ്. മോനാളിയുടെ വൈഫ്. പിന്നെ ഞാൻ അന്നേരം പറഞ്ഞ മുട്ടയൊന്നും എടുത്ത് തിന്നല്ലെന്ന്. ഗ്യാസിന്റെ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കാണാമാരി മടുക്കുവാ ഞാനിവിടെ. രോഗികളെ ചികിത്സിച്ച് ഡോക്ടർ അങ്ങ് വേറൊരു കാര്യം, സംഭവം എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണാണ്. എന്റെ അച്ഛന്റെ അനുഗ്രഹം ഉണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ശരീരമൊക്കെ നോക്കണം. 24 മണിക്കൂറൊക്കെ ഇങ്ങനെ മരിച്ച് ഞാൻ ജോലി ചെയ്യരുത്. കൈപ്പുണ്യുള്ള ഡോക്ടറാ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മോനാളി. അപ്പൊ ഞാൻ എന്റെ അച്ഛനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊഴുവണം. എനിക്ക് ആ പാലക്കാട് വരെ പോണം. ഞങ്ങൾക്ക് ഇച്ചിരി അത്യാവശ്യ കേസ് കേട്ടോ. ഓക്കെ അച്ഛാ. അയ്യോ, ഡാർലിംഗ്. മോനാളി, അയ്യോ മോനാളി, ചെറിയൊരു നെഞ്ച് ഷുഗർ പുറത്തോട്ട് പോകുമ്പോൾ ഇഞ്ചക്ഷൻ അല്ല, പുറത്ത് പോണ്ട. നമ്മുടെ ഹോസ്പിറ്റൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ ശരിയാവും. ഡോക്ടറെ, ഇത് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ലേ? അത് ശരിയുള്ളൂ, ഞാൻ ആ കാര്യം മറന്നു. എന്റെ ഡോക്ടറെ അങ്ങനെ ഇനി പറഞ്ഞു നിക്കല്ലേ, എങ്ങോട്ട് തരൂ. വേണ്ട, നമുക്ക് പുറത്ത് ഏതെങ്കിലും ആശുപത്രി പോവാം. ഇവിടെ ഉണ്ടല്ലോ. അല്ല, എനിക്ക് ഇൻസുലിൻ ഒക്കെ കുത്തി നല്ല പരിചയമുണ്ട്. നിങ്ങൾ വെളിയിൽ പോകുമ്പോ അവിടെ കുത്തിയിട്ടോളൂ. എന്തിന്? നമ്മുടെ ഹോസ്പിറ്റൽ ഇവിടെ കിടക്കില്ല, എങ്ങോട്ട് തരൂ. അയ്യോ, കുഴപ്പമില്ല. അത് serious ആണ്.
ഡാർലിംഗ് ഓക്കെ ആയോ? എങ്ങനെയുണ്ട് ഇപ്പൊ? ആട്ടെ. ഞാൻ പറഞ്ഞില്ല നിങ്ങൾ വെളി കുത്തി വെച്ചാൽ മതിയായിരുന്നു. ഡോക്ടറെ. അതെ, ഞാൻ- ഡോക്ടറെ ഞാൻ പോണു എവിടെ പോണ്? ദാന്റെ അടുത്ത മരണം വരണം. ആട്ടെ, അടുത്ത പടം വരുന്നത്. ആ പുതിയ ഡോക്ടർ വന്നാ ഇവിടെ കണ്ണു പടി കൂതറ ഡ്രസ്സൊക്കെ ഇടാതെ കോട്ട് സൂട്ടൊക്കെ ഇട്ടോണ്ട് ഇല്ല ആശുപത്രിയില്. ഡോക്ടർ ആ എന്തോട് ഡോക്ടർ അത് പറഞ്ഞു. ആ ഡോക്ടറാ കാതുകുത്താൻ വന്നതാ. കറുത്താൻ അയ്യോ രാത്രി ഇത് വന്നായിരുന്നു. മകളുടെ കാതൂത്ത് പറയാൻ വേണ്ടി വന്ന. ഞാന് അമേരിക്കന്ന് വന്നതേ ഉള്ളൂ. കുത്താം കേട്ടോ. ലോൺ എടുത്ത് വാങ്ങിച്ചതാ മോളെ. പഠിപ്പിക്കാൻ വേണ്ടി മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ലോണുകൾ എടുത്തെന്നാ. ഡോക്ടറെ വന്നോളൂ. ഇപ്പൊ 5 വയസ്സായി. 2 പെറ്റ് അവള്. അല്ല 5 വയസ്സുള്ള കുട്ടി 2 പെറ്റോ? കളവന്റെ ഒരു തമാശ. അല്ല 5 വയസ്സുള്ള കുട്ടിക്ക് 2 പെറ്റുണ്ടല്ലോ. എന്റെ ഡോക്ടർ അത് ഇതും പറഞ്ഞോണ്ടിരിക്കുന്ന കോട്ടൊക്കെ ഊരി കളഞ്ഞിട്ട് എന്റെ പശുവിനെ വന്ന് ഈ കാത് കുത്തിത്താ. എന്റെ അമ്മാവ പശുവിന് കാത് കുത്തുന്ന മൃഗാശുപത്രി. ഞാൻ അങ്ങോട്ട് ചലിച്ചല്ലേ മൃഗാശുപത്രിയല്ലേ വന്നത്. ഇത് എന്താണ് ഈ പറയുന്നത്? സാറ് പറയുന്നത് കേട്ടില്ല. പശുവിനെ കാത് കുത്തണ മൃഗാശുപത്രി പോണം. ഇത് എന്റെ അച്ഛനെ അടക്കിയ മണ്ണ. ഇതാണ് മൃഗാശുപത്രി. വയസ്സാന്നത്ര ഒറ്റ ഇത് മൃഗാശുപത്രി അല്ലേ പിന്നെ എന്തോന്നു. ഇതെന്തത്? അയ്യോ എന്താ ഇത്? സാറേ അത് എന്നാ സംഭവം എന്ന് അറിയോ? എന്നാ സംഭവം? സാറേ എന്തോന്നും പറഞ്ഞോണ്ടാണോ ഈ എന്റെ അച്ഛൻ അന്തി ഉറങ്ങുന്ന മണ്ണ് താൻ കൊടുത്തത്? എന്റെ സാറേ ഇവിടെ നല്ല ആശുപത്രിക്ക് വേണ്ടിയാണോ? അവരാന്നോടോ കാക്കയെ പൂച്ച കാട്ടിക്കുന്നത് മൃഗാശുപത്രി എന്താ കിടക്കുന്നത്? ഈ മൃഗാശുപത്രി ഉള്ള സത്യം ഞാൻ പറയല്ലോ. മൃഗാശുപത്രിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ സാർ ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് വാടകയ്ക്ക് തരത്തില്ല. അതുകൊണ്ടാണ് സാധാരണ ഒരു ആശുപത്രി എന്ന് പറഞ്ഞത്. പാവം മൃഗങ്ങളല്ല സാറേ, ഇവിടെ അതില്ലല്ലോ. ഞാൻ ഒരു ഡോക്ടറല്ലേ, അതുകൊണ്ട് പറ്റിപ്പോയത്. ദ്രോഹി. മൃഗമായാലും മനുഷ്യരായാലും ജീവനല്ല ഒന്നല്ലേടാ. അത് പോട്ടെ. ഈ മൃഗാശുപത്രിയിൽ നിന്ന് എന്നെ നെഞ്ചുവേദനയ്ക്ക് എന്ത് കോപ്പാന എടുത്ത് കുത്തി ചെവിട്ടിലോട്ട് കയറ്റിയത്? അത് ഈ പെണ്ണുപിള്ളയോട് പറഞ്ഞോ കേക്കട്ടെ അവര്. സാറേ ഇവിടെ പേപ്പട്ടി ജെല്ലി കൂടുതലായതുകൊണ്ട് പട്ടിയെ വന്നിരിക്കാനുള്ള മരുന്നായിരുന്നു ഈ പെണ്ണുപിള്ള നിങ്ങളുടെ അടുത്ത് കുത്തി. അറിയാമോ എന്റെ പൊന്നുമോളെ, നീ ആ പാലക്കാട്ടൊക്കെയുള്ള ടിക്കറ്റ് ചന്നാ പിന്നെ ഉള്ളി കീറി കളഞ്ഞേരെ. എടാ തനിക്കറിയാമോ 10-15 വർഷമായി ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇതേവരെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോഴാണ് ഇത് പാലക്കാട് പോയി പച്ചമരുന്ന് കഴിച്ച കുഞ്ഞിക്കാലുണ്ടാവുന്നു. ഇനി എന്തോ ഉണ്ടാക്കാനാണോ പാലക്കാട്ടോട്ട് പോകുന്നത്? എന്നെ അറഞ്ചം പുറഞ്ചം ബന്ധീകരിച്ച് കളഞ്ഞില്ലയോ? ഡാർലിംഗ്